പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അന്താരാഷ്ട്ര സീബ്ര ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. കറുപ്പും വെളുപ്പും. പുല്ലുകൾ കാറ്റിൽ നൃത്തം ചെയ്യുന്ന ആഫ്രിക്കൻ സാവന്ന പ്രദേശത്തെ ഒരു പ്രഭാതം. അവിടെ കുഞ്ഞു സീബ്രയായ സാരോ അമ്മയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ശരീരത്തിലെ കറുപ്പും വെളുപ്പും വരകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു, അമ്മേ, നമ്മളെല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇത്രയും വരകൾ? അമ്മ സീബ്ര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വരകൾ നമ്മളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. ഓരോ വരകൾക്കും ഓരോ കഥ പറയാനുണ്ട്. അങ്ങനെ ചിരിച്ചും കളിച്ചും പുല്ലുമേഞ്ഞ് സന്തോഷിക്കുന്ന ദിവസം കുറേ മനുഷ്യർ അവിടെ എത്തി. തങ്ങളെ വേട്ടയാടാൻ വന്ന അവരുടെ വരവ് തിരിച്ചറിഞ്ഞ് സീബ്ര കൂട്ടം ഭയന്നു. അവർ ഉയരം കൂടിയ പുല്ലുകൾക്കിടയിലും മറ്റ് ഒളിത്താവളങ്ങളിലും ഒളിച്ചു. ആഹാരവും ജലവും കിട്ടാതെ ഭയന്നു വിറച്ച് പലയിടങ്ങളിലായി പതുങ്ങിയിരുന്നു. പകൽ പോലും വെളിച്ചം കടന്നു വരാത്ത ഒരിടത്തായിരുന്നു സാരോയും അമ്മയും ഇരുന്നത്. ഒരു പൗർണമി രാത്രിയിൽ സാരോ അമ്മയോട് ചോദിച്ചു, നമ്മൾ എന്നും ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ടി വരുമോ? അമ്മ സീബ്ര സ്നേഹത്തോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ഇല്ല മോളെ, നമ്മളെ സംരക്ഷിക്കാൻ നല്ല മനസ്സുള്ള ഏതെങ്കിലും മനുഷ്യർ വരാതിരിക്കില്ല. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അടുത്ത ദിവസം അവരുടെ പ്രതീക്ഷ പോലെ ചില മനുഷ്യർ വന്നു. അവർ വിവേകപൂർവം പറഞ്ഞു, സീബ്രകളില്ലെങ്കിൽ ഈ വനത്തിൻ്റെ സംഗീതം മൗനമാകും. അവരുടെ നിർദ്ദേശപ്രകാരം അധികാരികൾ അവിടെ എത്തി. വേട്ടക്കാരെ ബലമായി അവിടെ നിന്ന് ഒഴിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ജീവികൾ ഉൾപ്പെടുന്ന ജൈവ വ്യവസ്ഥ സംരക്ഷിച്ചു. വനത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ സീബ്ര കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടി ഓടിക്കളിച്ചു. ധാരാളമായി വളരുന്ന ഇളം പുല്ല് തിന്ന് തെളിനീരും കുടിച്ച് അവർ സന്തോഷിച്ചു. സാരോ സന്തോഷത്തോടെ പറഞ്ഞു, അമ്മേ, നമ്മുടെ വരകൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ഭയത്തിൻ്റെ കഥയല്ല, പ്രതീക്ഷയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും കഥകളാണ്. അമ്മ സീബ്ര ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, അതേ മോളെ, ഓരോ വരയും മനുഷ്യരും പ്രകൃതിയും ഒരുമിച്ച് ജീവിക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അച്ഛൻ സീബ്ര പറഞ്ഞു, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവലോകത്തിൻ്റെ നന്മയും തിന്മയുമാണ് ഈ വരകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിയാണ്, നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. അമ്മ പറഞ്ഞു നിർത്തി. ഇതൊന്നും അറിയാതെ നിരവധി സീബ്ര കുഞ്ഞുങ്ങൾ പുൽത്തകിടിയിൽ കളിച്ച് തിമിർക്കുന്നുണ്ടായിരുന്നു.